ആ സംഘടന അത് പഠിച്ച് പറയാം അതിനുവേണ്ടി ഒരാഴ്ച സമയം വരെ ചോദിച്ചു. 2017 നടന്ന ദിലീപിൻ്റെ കേസിൽ ദിലീപ് കുറ്റക്കാരനാണോ അല്ലേ, ആരാണ് ഇതിൽ സത്യം പറയുന്നത്, ആരാണ് കള്ളം? നടിമാർ ആരും ഇതിനെതിരല്ല, അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിനെ അവർ അനുകൂലിക്കുന്നുമില്ല. റിപ്പോർട്ടിൽ തന്നെ ഹേമ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട്, ഇതിൽ ഒരു നടി WCCയിൽ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ നടി ഇതിന് സഹകരിക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല സിനിമാ മേഖലയിൽ എന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ടെന്ന് ഹേമ കമ്മിറ്റി തന്നെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതായി. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ റിപ്പോർട്ട് നമ്മൾ എപ്പോഴും വേട്ടക്കാരൻ്റെ ഒപ്പമല്ല, നമ്മൾ ഇരകളോടൊപ്പമാണ്. അതേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതിലെ രേഖകൾ പുറത്തു വിടില്ല, കാരണം അത് വളരെ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള കാര്യമായതുകൊണ്ട്. നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്ന ഒരു വിഷയമാണ്. നാട്ടിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഇപ്പോൾ ഇന്നലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നീണ്ട 4.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പുറത്തേക്ക് വന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ വളരെ സജീവമായി ചർച്ചകൾ കൊഴുക്കുകയാണ്. മുഖ്യമന്ത്രി അതിനെപ്പറ്റി പ്രതികരിക്കുന്നു, മന്ത്രിമാർ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രതികരിക്കുന്നു, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കുന്നു, സിനിമാ മേഖലയിലുള്ള ചിലർ പ്രതികരിക്കുന്നു, ചിലർ പ്രതികരിക്കുന്നില്ല. അമ്മ സംഘടന അത് പഠിച്ച് പറയാം അതിനുവേണ്ടി ഒരാഴ്ച സമയം വരെ ചോദിച്ചിരിക്കുകയാണ്. കാരണം അവരിപ്പോൾ അമ്മേരെ വേറൊരു ഫംഗ്ഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പഠിക്കാൻ സമയം വേണം. അപ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ ആറും, ചർച്ചകളൊക്കെ ഒന്ന് അവസാനിക്കും. അങ്ങനെ ആ രീതിയിലായിരിക്കാം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതാണ്, ഞാൻ ഇതിനൊരു വലിയൊരു പ്രാധാന്യം കാണുന്നില്ല. കാരണം ഇത് ഇങ്ങനൊരു റിപ്പോർട്ട് ഉണ്ടായിട്ട് 4.5 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 4.5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ റിപ്പോർട്ട് തന്നെ പുറത്തേക്ക് വരാൻ. അതും ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായി, അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനിൽ പോയി പരാതി കൊടുത്ത്, മാധ്യമങ്ങൾ തന്നെ ഒരു വിഭാഗം പരാതി കൊടുത്തിട്ടൊക്കെയാണ് ഇത് പുറത്തേക്ക് വന്നത്. അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി എല്ലാ കോടതിയും, സുപ്രീം കോടതി വരെ ആ കേസ് എത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരാതിരിക്കാനുള്ള കേസ് സുപ്രീം കോടതി വരെ എത്തി. അപ്പോൾ അതിന് അത്രയും സ്വാധീനമുള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് ഇതൊരു വലിയ പ്രസക്തി ഇതിന് കൊടുക്കുന്നില്ല എന്ന് പറയാൻ കാരണം അതാണ്. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്തെങ്കിലും പ്രശ്നം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വല്ല ഹെൽമെറ്റ് വയ്ക്കാതെ പോവുകയെ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആധാരത്തിൽ എന്തെങ്കിലും കറക്ഷൻ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന പോലെ ബുദ്ധിമുട്ടുകൾ ഈ വലിയ ആൾക്കാർക്ക് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലുള്ള സെലിബ്രിറ്റികൾക്കൊക്കെ. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നമുക്കറിയാം ദിലീപിൻ്റെ കേസ് തന്നെ എത്ര വർഷം, 2017 നടന്ന ദിലീപിൻ്റെ കേസിൽ ദിലീപ് കുറ്റക്കാരനാണോ അല്ലേ, ആരാണ് ഇതിൽ സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നത്, ഒന്നും ആർക്കും അറിയില്ല. പൾസർ സുനി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ജയിലിൽ ഇങ്ങനെ കിടന്ന് തടവ് അനുഭവിക്കുന്നുണ്ടെന്നല്ലാതെ ദിലീപ് പുറത്ത് സുഖമായി നടക്കുന്നുണ്ട്. ദിലീപ് കുറ്റക്കാരൻ അല്ലെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള നമ്മുടെ നിയമവ്യവസ്ഥ അതിനുള്ള കാര്യങ്ങളും വേഗത്തിലാക്കാനുള്ള കാര്യങ്ങളും ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ വലിയ വലിയ ആൾക്കാർക്ക് കിട്ടുന്ന ഓരോ ഗുണങ്ങളോ അല്ലെങ്കിൽ ഉണ്ടാവുന്ന നേട്ടങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണക്കാർ ഇത് ചർച്ച ചെയ്ത്, സിനിമാ മേഖലയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇത് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ സിനിമാക്കാർ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഞങ്ങൾക്ക് മാത്രമാണോ ഈ പ്രശ്നം, ഇത് എല്ലാ മേഖലയിലും ഇല്ലേ, എല്ലാ സ്ത്രീകൾക്കും ഈ പ്രശ്നങ്ങളില്ലേ? അതും ശരിയാണ്, എല്ലാ മേഖലയിലും ഉണ്ട്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ അവിടെ ഒരു ഡോക്ടർക്ക് തന്നെ ഒരു വലിയ ദുരനുഭവം ഉണ്ടായി, കൊല്ലപ്പെടുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായത്. അപ്പോൾ ഇത് എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാ മേഖലയിലുള്ള കാര്യമാണ്. സിനിമയിലാകുമ്പോൾ ഇത് കുറച്ച് കൂടുതലാണ്. കാരണം ആ രീതിയിലുള്ള ജോലി, ഇങ്ങനെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ താമസിച്ച് ജോലി ചെയ്യുന്നൊക്കെ സാഹചര്യം ഉള്ളത് കൊണ്ട്, പിന്നെ ഇങ്ങനെ ഒരു വലിയ മാർക്കറ്റ് ആയതുകൊണ്ട്, വളരെ പൈസ മുടക്കുന്ന, അല്ലെങ്കിൽ വളരെ പൈസ ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന, വളരെ ഫെയിം ലഭിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവിടെ ഇത് കുറച്ച് വളരെ അധികമാണ് എന്ന് പറയാമെന്ന് മാത്രം. അങ്ങനെ നിസ്സാരവൽക്കരിക്കുകയാണ് എല്ലാ നടന്മാരും. ഈവൻ ഇന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പോലും പറഞ്ഞത് അതാണ്, ഇത് എല്ലാ ഭാഗത്തും ഇല്ലേ, സിനിമയെ മാത്രമാണോ എന്നാണ്. ഈവൻ നടിമാർ തന്നെ പറയുന്നത് അതാണ്. അതാണ് ഏറ്റവും വലിയ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വലിയ വിഭാഗം നടിമാർ ആരും ഇതിനെതിരല്ല, അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിനെ അവർ അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നുമില്ല. അവർ പറയുന്നുണ്ട് അതെ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും വാസ്തവമാണെന്നോ, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു നടിമാർ പോലും പുറത്തേക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇതിനെ വാദം സ്ഥിരീകരിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരാൻ ഒരാൾ പോലും തയ്യാറായിട്ടില്ല. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയം ഉണ്ടാവുകയും
CC എന്ന് പറഞ്ഞ ഒരു വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ തലപ്പത്ത് പാർവതി അല്ലെങ്കിൽ മഞ്ജു വാര്യർ, റിമ കല്ലിങ്കൽ, പിന്നെ സംവിധായകം, അങ്ങനെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പിടി സ്ത്രീകൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കിയത്. അങ്ങനെ ആ ഹേമ കമ്മിറ്റിക്ക് അത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞ ശേഷം ആ റിപ്പോർട്ടിൽ തന്നെ ഹേമ കമ്മിറ്റി തന്നെ പറയുന്നുണ്ട്, ഇതിൽ ഒരു നടി WCCയിൽ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ നടി ഇതിന് സഹകരിക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല സിനിമാ മേഖലയിൽ എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ അത് പ്രമുഖ നടി എന്ന് മാധ്യമങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മഞ്ജു വാര്യരാണെന്നാണ്. അപ്പോൾ അങ്ങനെയാണ്, അതായത് ഒരു വിധം അവർക്കൊക്കെ അവരവരുടെ കാര്യങ്ങളാണ്. എന്തിനാണ് ഇതിന് ഞാൻ ഇടപെട്ടിട്ട് ഇനി ഞാൻ വെറുതെ എല്ലാവരും ശത്രുത ഏറ്റുവാങ്ങി, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി സുഖമായി നടക്കുക, ആ മൈൻഡിലാണ് എല്ലാ ആൾക്കാരും. കുറേ പേര് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിലൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കുന്നുണ്ട്, ഞങ്ങൾ ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ടെന്ന് ഹേമ കമ്മിറ്റി തന്നെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ചെറിയൊരു വിഭാഗം ആൾക്കാരാണ് ഇതിന് മുന്നിലോട്ട് വന്നത്. ഞാൻ അവരെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഭാഗത്താണ്. പക്ഷേ എന്ത് കാര്യം, ഒരു കാര്യമില്ല, ആരുമില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയാനോ. നിങ്ങൾക്ക് പോലും ഒരു പരിധി കൂടുതൽ ചെയ്യാൻ പറ്റില്ല, കാരണം നിങ്ങൾ പറയുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് പിന്നെ ചാൻസ് കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തും, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തും, നിങ്ങൾക്കെതിരെ വധശ്രമം വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഓരോരുത്തരും മൊഴി കൊടുത്തിരിക്കുന്നത്. ശരിയായിരിക്കാം, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ജീവൻ വരെ ഭയപ്പെടുന്ന രീതിയിലാണ് അവർ നീക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാം, ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് സാഹചര്യം നിലനിൽക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ റിപ്പോർട്ട് നമ്മൾ എപ്പോഴും വേട്ടക്കാരൻ്റെ ഒപ്പമല്ല, നമ്മൾ ഇരകളോടൊപ്പമാണ്. അതേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇതിലെ രേഖകൾ പുറത്തു വിടില്ല, കാരണം അത് വളരെ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള കാര്യമായതുകൊണ്ട് നമുക്ക് പുറത്തു വരാൻ സാധിക്കില്ല. പക്ഷേ ഇത് ഇപ്പോൾ പറഞ്ഞ വ്യക്തിയുടെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഓക്കെ, അവർ അല്ലെങ്കിൽ അവർക്കുണ്ടായ ദുരനുഭവമായിരിക്കും അവർ പറയുന്നത്. പക്ഷേ ഇത് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ആരാണ്? 15 പേരുടെ ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പവർ ഫോക്കസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ 15 പേർ ആരാണ് ഇതിന് ഇത്രമാത്രം മുന്നോട്ട് വരുന്നത്? തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ മനസ്സിലാക്കാൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിന് ഒതുക്കുമാറ് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ഹേമ കമ്മിറ്റി പറയുന്നു. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് വന്ന ആരാണെന്ന് പറയാൻ ഗവൺമെൻറ്റിനും താല്പര്യമില്ല. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് അത് ഒരു വ്യക്തി, അവരുടെ വ്യക്തിത്വം, ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇതിൽ വെറുതെ പറയുന്നതാണോ, ഉണ്ടാക്കി പറയുന്നതാണോ എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തുറന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതുമാത്രമല്ല, ഈ നടന്മാരോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലുള്ള ആളുകളെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയരുത്, കാരണം ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് പറയരുതെന്ന്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടി സോളാർ വിവാദത്തിൽപ്പെട്ട സമയത്ത് സോളാർ കേസ് അന്വേഷിക്കാൻ വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയായിരുന്നു. ആ ജുഡീഷ്യൽ കമ്മീഷൻ എങ്ങനെയാണ് ആ കേസ് അല്ലെങ്കിൽ ആ അന്വേഷണമായി മുന്നോട്ട് പോയത്? അത് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് പരസ്യമായിരുന്നു അല്ലേ? നമ്മുടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ കേരള പൊതുസമൂഹം മുഴുവൻ ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരുന്നത്, അല്ലെങ്കിൽ ആ വന്ന മൊഴികളെല്ലാം വിശദീകരിച്ച് വായിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് സൈബർ ഇടങ്ങളിൽ തേജോവധം ചെയ്ത് ഉമ്മൻചാണ്ടീനെ വ്യക്തിഹത്യ ചെയ്ത് ഒരു വിധമാക്കി. അത് കഴിഞ്ഞ് കേസായി അല്ലേ, FIR എടുത്ത് കേസായി. അത് കഴിഞ്ഞ് ആ കേസിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടു. അല്ലെങ്കിൽ CBI വരെ പോയ കേസിൽ CBIക്ക് വരെ കൊടുത്തിട്ടും ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു തെളിവും കിട്ടിയില്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന രീതിയിൽ വന്നു. അതേപോലെ ഇതും പുറത്ത് വന്നു കഴിഞ്ഞാൽ FIR എടുക്കേണ്ടി വരും, കേസ് എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് മുന്നോട്ട് പോകാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ കാണിക്കുകയാണ്, ഇല്ല അങ്ങനെ ചെയ്താൽ അത് ശരിയാവില്ല, അത് സത്യമാണോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയില്ല ഇത് ശരിയാണോ ശരിയല്ലേ എന്ന്, അതുകൊണ്ട് നമുക്ക് പുറത്തു വരാം. അപ്പോൾ ഈ ഒരു പ്രിവിലേജ് അന്ന് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ന്യായമുണ്ട്, ശരിക്കും ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ന്യായമുണ്ട്. കാരണം അറിയാത്ത കാര്യം അല്ലെങ്കിൽ പൂർണ്ണമായി ഉറപ്പില്ലാത്ത കാര്യമായതുകൊണ്ടാണ് പറയാത്തതെന്ന് പറയുന്നത്. നമുക്കത് ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ വാസ്തവമുണ്ട്. കാരണം ഇപ്പോൾ ആർക്കെതിരെ എന്ത് വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം, മൊഴി കൊടുക്കാം. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വ്യക്തിവിരോധം ഉണ്ടാവാം, അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ആ രീതിയിലാണ് ഗവൺമെൻറ് അതങ്ങനെ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ റിപ്പോർട്ട് കൊണ്ട് എന്താണ് ഉണ്ടാവുക? ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കാരവാനിൽ കയറാൻ കയറ്റുന്നില്ല, അല്ലെങ്കിൽ ബാത്റൂം സൗകര്യം ഇല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് നിർദ്ദേശിക്കും. ഇപ്പോൾ ഒക്കെ ഒരുവിധം ഉണ്ട്. അതൊക്കെ പണ്ട് 5 കൊല്ലത്തെ മുമ്പത്തെ സ്ഥിതിയല്ല ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ അതിൽ കുറേ മാറ്റങ്ങൾ വരും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കേട്ടു, ഇപ്പോൾ വലിയ കുറേ നടിമാർ ചെറിയ അല്ലെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനൊന്നും ആ കാരവാനിൽ കയറ്റില്ല, അല്ലെങ്കിൽ ആ ബാത്റൂം ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനത്തെ നടിമാരും ഇക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ പൊതുജനത്തിന് ഇതിലൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ പൊതുജനം ഇത് അത്ര വലിയൊരു വില കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിനിമയിൽ ഇതൊക്കെ ഉള്ളതാണ്, ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ അവർക്കും പ്രശ്നമില്ല, ഇത് ചെയ്യുന്ന ആർക്കും പ്രശ്നമില്ല.
നമുക്കെന്ത് പ്രശ്നം? നമുക്കിപ്പോൾ അവരെന്ത് ചെയ്താൽ അല്ലെങ്കിൽ അവരാരുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടാലും നമുക്കൊരു പ്രശ്നമില്ല. എല്ലാവരും ലാസ്റ്റ് ഒന്നാവുന്നല്ലാതെ നമ്മളിത് കാണുന്ന പൊതുജനം പുറത്ത് നിന്ന് വിഡ്ഢികളാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിതിൽ വലിയ ഇൻട്രസ്റ്റ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഒരു ഫലം ഉണ്ടാവാൻ പോകുന്ന ഒരു റിപ്പോർട്ടല്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഹേമ കമ്മിറ്റി ഇത് പഠിച്ച് ഒരുപാട് പേരോട് സംസാരിച്ച് ഒരുപാട് തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടൊക്കെ ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. അവരുടെ ഡ്യൂട്ടി വളരെ നന്നായി ചെയ്തു. പക്ഷേ ഫലത്തേക്ക് വരുമ്പോൾ അതിനൊന്നുമില്ല. അതിൻ്റെ വലിയ ഉദാഹരണം തന്നെയാണ് ഈ 4.5 കൊല്ലം കാത്തിരിക്കാൻ തന്നെ വേണ്ടി വന്നത് അല്ലേ? ഈ സർക്കാർ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് 4.5 കൊല്ലം മുമ്പ് ഈ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അന്ന് ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ ഇതിലുള്ള ആൾക്കാർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കാനോ അല്ലെങ്കിൽ താല്പര്യം അങ്ങനത്തെ ഒരു രീതിയിൽ താല്പര്യമുള്ളതാണെങ്കിൽ അന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോയേനെ. അപ്പോൾ ആ രീതിയിൽ താല്പര്യം ഗവൺമെൻറ്റിനും ഇല്ല, ആർക്കുമില്ല. ഇപ്പോൾ പ്രതിപക്ഷത്തായതുകൊണ്ട് പ്രതിപക്ഷത്തിൽ ഇടപെട്ട് അങ്ങനെ ചെയ്യണം എന്താണ് പറയാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു 2-3 ദിവസത്തെ അടുത്ത ഒരു അർജുൻ്റെ കേസോ അല്ലെങ്കിൽ വയനാട് ദുരന്തം പോലെ ഏതെങ്കിലും ഒരു വലിയ വാർത്ത അടുത്ത് കിട്ടുന്ന വരെ ഈ വാർത്ത ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ഇതിൽ കൂടുതൽ ഒന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങളും എങ്കിലും കിട്ടട്ടെ. ജൂനിയർ ആർട്ടിസ്റ്റുമാർ അല്ലെങ്കിൽ ടെക്നിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവട്ടെ. വലിയ നടന്മാർക്കും നടിമാർക്കൊന്നും ഇതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവരൊക്കെ സുഖമായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടവർ അഡ്ജസ്റ്റ് ചെയ്തും അഡ്ജസ്റ്റ് ചെയ്യേണ്ടാത്തവർ അല്ലാണ്ട് ചെയ്തും ഒക്കെ അവരുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ പൊതുജനം ഇതിൽ വലിയതായിട്ട് ഇടപെട്ട് നമ്മളെ വിലയേറിയ സമയം കളയാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമസ്കാരം.